ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർ മോശമാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സകല പരമഹംസന്മാരെയും നമ്മൾ പുറത്താക്കേണ്ടി വന്നേ. അവിടെ വടക്കേ ഇന്ത്യയിലെ നഗ്ന സന്യാസിമാരെ നടക്കുന്നുണ്ടല്ലോ, അവരെന്താ അറസ്റ്റ് ചെയ്ത് ജയിലിടാതെ? അതിനപ്പുറത്തോട്ട് കഞ്ചാവ് വലിക്കുന്നവരെ ഒന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല. എന്തായാലും വേടൻ ഇങ്ങനെ നടക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. കഞ്ചാവ് വലിച്ച് ഇങ്ങനെ കിടക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. അവിടെ ഇങ്ങനെ മലന്ന് കിടക്കുന്ന വടക്കേ ഇന്ത്യയിലോട് പോയാൽ എന്താണ് കുംഭമേളയ്ക്ക് പോയാൽ നമുക്ക് കണ്ടാ ഷോക്ക് അടിച്ചു പോകും. മുഴുവനും കഞ്ചാവ് വലിച്ച് അവിടെ കിടക്കുകയല്ലേ. അവരെന്താ അറസ്റ്റ് ചെയ്യാത്തവര്? ആ യോഗി ആദ്യത്തെ അതിനെ അറസ്റ്റ് ചെയ്യാത്ത എന്താ? അവൻ യോഗിയാണല്ലോ, കഞ്ചാവ് വലിക്കുന്നുണ്ടാവുമല്ലോ, ശിവമൂലി കഴിക്കുന്നുണ്ടാവുമല്ലോ. വിവേചനങ്ങളുണ്ട് നാട്ടിലെന്ന് തിരിച്ചറിയാതെ അത് ശരിയാണെന്ന് വിശ്വസിച്ച് പോകുന്ന ആൾക്കാരാണ് വിവേചനം ഉണ്ടെന്ന് പറയുന്ന ഒരു കലാപകാരികളാണെന്ന് പറയുന്നത്. വേടനെ ദേ ഇവിടെ അടിമത്തമുണ്ട്, ഇവിടെ വിവേചനമുണ്ട് എന്ന് പറയുന്ന പാട്ടിലൂടെ പറയുന്നതുകൊണ്ട് പ്രസിദ്ധനായി. വേറെ ഒന്നുമില്ല. പക്ഷെ വേടൻ ഇപ്പം സാർ പറഞ്ഞതുപോലെയാണെങ്കിൽ വേടന്റെ പാട്ടിലെ ഇന്നർ മീനിങ് ഈ ഒരു നല്ല ഉദ്ദേശമാണെങ്കിൽ പോലും വേടനെ പോലെ ഒരു വ്യക്തി പറയുമ്പോൾ വേടന്റെ സ്വഭാവത്തെയും ഇന്നത്തെ കാലത്ത് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. കുട്ടികളെ ഇൻഫ്ലുവൻസ് ഈ വീട്ടിനകത്ത് ചെയ്യുന്നതിനേക്കാളും ലോകത്താരും ചെയ്യാനൊക്കത്തില്ല. ജാതി വെച്ച് ജീവിക്കാനല്ലേ നിങ്ങളെ പഠിപ്പിച്ചത്? പിന്നെന്താ അതിനപ്പുറത്തോട്ട് എന്തോ സാമൂഹിക വിരുദ്ധ കേന്ദ്രങ്ങളാണ് ഈ വീടെല്ലാം. അവരെ എന്താണ് നന്നാക്കാൻ ഇനി വേടൻ എങ്ങനെ ചീത്തയാക്കും? നിങ്ങൾ പറ, വേടൻ എങ്ങനെ ചീത്തയാക്കും? ഒരു വീട്ടിൽ ജാതിയുടെ മതത്തിനേക്കാളും വിവേചനം ലോകത്തില്ല. അതിനപ്പുറത്തോട്ടുള്ള ഭീകര പ്രവർത്തനം